പേര് ഹുസൈൻ, സ്ഥലം എങ്കക്കാട്, നിയർ പവർ ഹൗസിന് സമീപമാണ്. എൻ്റെ കമ്പനിയുടെ പേര് ട്രാൻസ്പോർട്ട് പോളിമേഴ്സ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോളം ആവണേ ഉള്ളൂ. അതുകൂടാതെ അപ്പുറത്തൊരു ഇൻഡസ്ട്രി ഉണ്ട്, PK ഇൻഡസ്ട്രീസ്. 33 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. തുടങ്ങാനുള്ള സാധനത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ചെറിയ ഫ്ലവർ മിൽ ഉണ്ടായിരുന്നു. അതില് ഏകദേശം ചിലൊരു പ്ലാസ്റ്റിക് പൊടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പോ നമ്മുടെ ഫാദർ പറഞ്ഞു, നിനക്ക് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഞാന് അതിന്ന് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ചെറുതായിട്ട് വെറും റീപ്രോസസിങ് യൂണിറ്റ് ആയിട്ടാണ് തുടങ്ങിയിരുന്നത്. അതിന്ന് കുറേശ്ശായിട്ട് ഇങ്ങനെ വലുതായി ഇഞ്ചക്ഷൻ മോൾഡിങ് ഇട്ടു, ബ്ലോ മോൾഡിങ് ഇട്ടു. ഇപ്പോ 5-8 മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. പലതരം കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ചെടിച്ചട്ടികള്, ഇൻഡോർ ഔട്ട്ഡോർ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഹൗസ് ഹോൾഡ് ഐറ്റംസിലെ പല ഐറ്റംസ് ഉണ്ടാക്കുന്ന, വലിയ ബക്കറ്റൊന്നും അടിക്കുന്നില്ല, എങ്കിലും ഒരു ആങ്കർ, അതേപോലെ ഫ്രൈ പാൻ, അങ്ങനത്തെ ഉള്ള ഓരോ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർ പൈപ്സിന്റെ കുറച്ച് പ്രോഡക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തുടങ്ങിയത് ഗ്രാനുവൽസ് എന്ന് പറയും, റീപ്രോസസിങ്. പഴയ പ്ലാസ്റ്റിക് എടുത്ത് പൊടിച്ച് അതിനെ റീപ്രോസസിങ് യൂണിറ്റ് എന്ന് പറയും. അതായത് ഗ്രാനുവൽസ് പല കളറിൽ സോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അവിടുന്ന് അങ്ങനെ ഗ്രാനുവൽസ് എന്ന് വെച്ചെങ്കിൽ സെയിൽസ് കുറച്ച് കൂടുതലായപ്പോൾ എൻ്റെ അടുത്ത് പലരും ഒരു ചെറിയ ഉപദേശം തന്നു, ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ മോൾഡിങ് എടുത്താൽ എന്താണ് നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഗുജറാത്തിൽ പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ എടുത്ത് തുടങ്ങിയതാണ്. അവിടുന്ന് അങ്ങനെ കച്ചവടം സ്വല്പം പ്രോഗ്രസ് ആയി വന്ന് ആണ് ഇപ്പോൾ നല്ല മിലാക്രോണിന്റെ പുതിയ സെർവോ സിസ്റ്റംസ് ഉണ്ട്. അങ്ങനത്തെ ഒരു 3-4 ഇഞ്ചക്ഷൻ മോൾഡിംഗ് ഉണ്ട്, ഒരു ബ്ലോ മോൾഡിംഗ് ഉണ്ട്. പഴയ റീപ്രോസസിങ് അവസാനിപ്പിച്ചിട്ടുമില്ല, അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 18 ടൈപ്പുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 18 ഡൈ ഒരു 10-40 ഡൈസ് ഉണ്ട്. അതില് എന്ന് വെച്ചെങ്കിൽ ഒരു ബോട്ടിലിന്റെ മൂടി എന്ന് പറയുമ്പോൾ, ക്യാപ്പ് എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ ഒരു 40 ഡൈയോളം ഉണ്ടാവും, 40 സൈസിലുള്ളത്. അതിലിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ ക്യാപ്പ് എന്ന് പറയാൻ പല സൈസായിട്ട് മാറുന്നു എന്ന് മാത്രം. എന്ന് വെച്ചെങ്കിൽ 25 mm തൊട്ടിട്ട് ഞങ്ങള് 4 ഇഞ്ച് ക്യാന്റെ മൂടി വരെ ഉണ്ടാക്കുന്നുണ്ട്. കളർ എന്ന് പറഞ്ഞാൽ വെർജിനിലാണ് അത് ഉണ്ടാക്കുന്നത്. അതിന് മാസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കളറാണ് അത്. നമ്മൾ 25 കിലോന് ഒരു 250 ഗ്രാം കളർ ഉണ്ടെങ്കിൽ ഏതാ കളർ അവർക്ക് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒറ്റയ്ക്കൊക്കെ നമുക്കിപ്പോ ഒരു ചുരുങ്ങിയത് ഒരു 50,000 ക്യാപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ അടിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറൊരു ഓർഡർ വരുമ്പോൾ അപ്പൊ ഡൈ നമ്മൾ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റാറിലത്തെ അവർക്കൊരു 50,000 പീസ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഡൈ വേറെ ഫിറ്റ് ചെയ്യും. അപ്പൊ ഒരു ചുരുങ്ങിയത് ഒരാഴ്ച ആ പ്രൊഡക്ഷൻ തന്നെ ഓടും. അത് കഴിഞ്ഞാൽ അപ്പോഴത്തേനും വേറൊരു ഓർഡർ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഡൈ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റും ഉണ്ട്, കുറെ ട്രാൻസ്പോർട്ട് പോളിമേഴ്സിന്റെ ചെടിച്ചട്ടികള്, വീടിന്റെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് ഔട്ട്ഡോറും ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു മണ്ണുത്തി എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അവരാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. നമ്മൾ ആകെ ഒരാൾക്കേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന ചില സാധാരണക്കാർ ഇവിടെ ചില വന്നിട്ട് വാങ്ങിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ വണ്ടികളിൽ വന്നിട്ട് അവർ പറയും 100 എണ്ണം വേണം, 200 എണ്ണം വേണം, അങ്ങനെ ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതൊക്കെ വളരെ കുറവ് മാത്രം. കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ മണ്ണുത്തിയിലേക്ക് പോകുന്നത്. അതിലെത്തിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് നീള ഹെൽത്ത് കെയർ സെന്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, ആയുർവേദിക് സ്ഥാപനമാണ്. അവര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എനിമക്കാൻ എന്ന് പറഞ്ഞ വയറ് ശുദ്ധിയാക്കുന്ന ഒരു ഇതുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഉണ്ട്, അത് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അതിന്റെ ഡൈന്റെ ഇത് കോസ്റ്റും എല്ലാം അന്വേഷിച്ച് അവരോട് പറഞ്ഞു ഇത്ര പൈസ ആണെങ്കിൽ അടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് 2-3 ഐറ്റംസ്, അതേമാതിരി യോഗ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജലനിധി ക്യാൻ എന്നാണ് അതിന്റെ പേര് പറയാ. അപ്പോ അതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ടൈൽസ് ഉണ്ടാക്കുന്ന കുറെ ബുഷ് ഉണ്ട്. ഒരു ചില സ്ഥലത്ത് പ്രോപ്പർട്ടി കുറവുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുഷ് വെച്ചിട്ട് അതിന്റെ മുകളിൽ തട്ടായിട്ട് വീണ്ടും മുകളിലേക്ക് അങ്ങനത്തെ പലതരത്തിലുള്ള ബുഷുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, ആങ്കർ, കോരി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കപ്പുകൾ, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഹോൾസെയിൽ മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ റീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കൊടുക്കാറില്ല.
അത്യാവശ്യം ഇവിടെ ചിലർ വരുമ്പോൾ കൊടുക്കും എന്ന് മാത്രം ഉള്ളൂ. വർക്ക് ചെയ്യാനുള്ള 7 പേരുണ്ട്. 7 പേരെ കാരണം ഫുള്ളി ഓട്ടോമാറ്റിക് ആയ കാരണം അതിൽ ഒരാളെ വേണ്ടു. അപ്പൊ അത് വൈകുന്നേരം വരെ അത് എന്നിട്ട് കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം വരെ അത് വീണോളൂ. അപ്പൊ അങ്ങനെ 3-4 മെഷീൻ ഉണ്ട്. അതിലെല്ലാം ഓരോന്ന്. പിന്നെ അവർക്ക് ഹെൽപ്പേഴ്സ് പെൺകുട്ടികളുണ്ട് 1-2 എണ്ണം. പിന്നെ ആൺകുട്ടികളും ഉണ്ട്. അത് പാക്കിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരുപയോഗിക്കും. സക്സസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് എന്ന് വെച്ചാൽ കൂടുതൽ എല്ലാം പ്രോപ്പർ ചാനൽ കൂടെ എല്ലാം വിധം ഭംഗിയായിട്ട് അതേമാതിരി KSEB അതേമാതിരി GST ഇതെല്ലാം നമ്മൾ നന്നായി പോകുന്ന കാരണം ഇതേവരെ യാതൊരുവിധ ഇതും നമുക്ക് ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മാത്രം. തോന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 35 വർഷം മുമ്പാണ് കേട്ടോ. 33 വർഷം മുമ്പേ ഞാൻ ഇതേമാതിരി സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലീവിന് വന്നപ്പോൾ ഫാദർ ഇതേപോലെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു ഫ്ലവർ മില്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഇതേമാതിരി ഒരാൾ വന്ന് ചോദിച്ചു, എനിക്ക് കുറച്ച് പ്ലാസ്റ്റിക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 HP ഒരു മെഷീൻ ഇടാനുള്ള സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, മക്കളോട് ചോദിക്കട്ടെ, ഞാൻ എന്നിട്ട് പറയാമെന്ന്. ആ സമയത്താണ് ഞാൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാദർ പറഞ്ഞു, എടാ നിനക്കിത് സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വാടകയ്ക്ക് കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക് പൊടിക്കൽ മാത്രം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്തെങ്കിലും അതിനോടനുബന്ധിച്ചിട്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ നേരെ ബോംബെ പോയത്. ബോംബെ പോയപ്പോൾ ഇതേമാതിരി ഒരു റീപ്രോസസിങ് യൂണിറ്റ് കണ്ടു. ഈ പ്ലാസ്റ്റിക് പൊടിച്ച് അതിനെ ഗ്രാനുവൽസ് ആക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അങ്ങോട്ട് പോയി. ബുലാനി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ചെന്നപ്പോൾ അവർ അതിന്റെ വിശദീകരണം നമുക്ക് തന്നു. അങ്ങനെ അന്ന് ആ മെഷീൻ എടുത്തിട്ടുള്ളതാണ് ഈ റീപ്രോസസിങ് യൂണിറ്റ്. അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു 5-6 വർഷം ഇങ്ങനെ ഓടിച്ചപ്പോൾ കുറച്ച് മെച്ചം തോന്നി. അപ്പൊ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ തുടങ്ങി വെച്ചിട്ട് ഞാൻ വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ ഇവിടെ ചേട്ടന്മാരും അവരും ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർ നടത്തിക്കൊണ്ടുവരാൻ ചെറിയതായിട്ടുള്ള രീതിയിൽ. പിന്നെ ഞാനൊരു 10 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അവിടുന്ന് നിർത്തി പോന്നിട്ടാണ് ഞാൻ അതിനെ ഡെവലപ്മെന്റ് ചെയ്തിട്ട് കൂടുതൽ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഇതായത്. ആ നിലയിലാണ് ഈ 33 വർഷം കുറേശ്ശെ ഇപ്പൊ ശരിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും 15-20 വർഷമായിട്ടുള്ളൂ. വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിൽ റീപ്രോസസിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതും പിന്നെ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലേക്ക് തിരിച്ചു വരാൻ കാരണം ഒരു 20 വർഷം മുമ്പ്. എന്റെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സില് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പുള്ളിക്കാരൻ ഷൊർണൂർ, സേലം അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ആണ്. പിന്നെ അങ്ങനെ അന്ന് ഞങ്ങളിവിടെ വന്നിട്ട് പുള്ളി പെൻഷൻ ആയപ്പോഴാണ് പുള്ളി ഫ്ലവർ മില്ല് ഇട്ടത്. വീടിന്റെ അടുത്ത് തന്നെ ഫ്ലവർ മില്ല്. അങ്ങനെയാണ് പുള്ളി ഫ്ലവർ മില്ല് ഇട്ടപ്പോഴാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങൾ ആൾക്കാർ വന്ന് ചോദിച്ചത് പൊടിക്കാൻ സ്ഥലം തരുമെന്നുള്ളത്. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക്, എന്റെ ഫാദർ കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം. ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ വൈഫ് അതുമാതിരി 3 ആൺകുട്ടികളാണ്. അതിലെ മൂത്താളും പുള്ളിയുടെ വൈഫും മെക്സിക്കോയിലാണ്. അവര് അവിടെ വർക്ക് ചെയ്യുന്നു. 2ാമത്തെ ആള് ഹൈദരാബാദ് IT സെക്ഷനാണ്. അവര് ഹൈദരാബാദ് വർക്ക് ചെയ്യും. 3ാമത്തെ ആള് CA ആണ്. അങ്ങനൊരു ഞങ്ങൾക്കൊരു വേറൊരു ഫേമും കൂടി ഉണ്ട്, പ്ലൈവുഡ് സെക്ഷൻ. അത് ഡിസ്ട്രിബ്യൂഷനാണ് അതിന്റെ. അപ്പോൾ അതിലാണ് പുള്ളി നോക്കുന്നത്. അത് പുള്ളി ഈ ഫീൽഡും പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇളയ മകൻ റംസീൻ എന്ന് പറയും. കേരള അത് നമുക്ക് എന്ന് വെച്ചെങ്കിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് നമ്മൾ യാതൊരുവിധ തടസ്സവും KSEBക്ക് കൊടുത്തിട്ടില്ല. അതേമാതിരി അവര് നമുക്കും തന്നിട്ടില്ല. അതേപോലെ ഈ GST എന്ന് പറഞ്ഞിട്ട് നമ്മള് സാധാരണ നമ്മള് നന്നായി പോകുന്നു. ഇപ്പൊ അവരുടെ ഒന്നും ഇന്നേവരെ സപ്പോർട്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മുനിസിപ്പാലിറ്റി ഇതിന്നൊക്കെ നമുക്ക് നല്ല കൈകാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അല്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ഫ്ലവർ പോട്ട് തന്നെ അങ്ങനെ ഓരോ രീതിയിൽ കൊണ്ടുവരും. അപ്പൊ നമ്മൾ അതിന്റെ വേറൊരു വെറൈറ്റി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വേറെ ഉണ്ടാക്കും. അത് മാർക്കറ്റിൽ സക്സസ് ആവും. ട്രാഫോർട്ട് പോട്ട് എന്ന് പറയുന്നത്, ട്രാഫോർട്ട് പോട്ട് അതിന്റെ ഉള്ളില് ഇതേമാതിരി അതിന്റെ ഒരു ചെറിയൊരു കറുപ്പ് സാധനം കൊണ്ട് നമ്മൾ വെക്കും. ഇതിലാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതും ചെടി നടുന്നതും. അപ്പൊ ഇതിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ഇഞ്ച് വെള്ളം എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ലീക്ക് ആവൂല. അതേമാതിരി നമ്മുടെ മണ്ണ് ശരിക്കും നനഞ്ഞിരിക്കാനും കൂടിയിട്ടാണ് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അങ്ങനെ 2 ഇത് കൂടിയിട്ടാണ് ഇത്. ഇത് ഇൻഡോർ ആണ്, ഔട്ട്ഡോർ അല്ല. വീടിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ. ഇതിന്റെ ചെറുതും വലുതും എല്ലാം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെർട്ടിക്കൽ പോട്ട് എന്നാണ് അതിന്റെ പേര്. ഇതിങ്ങനെ കമ്പിയിൽ ഇങ്ങനെ തൂക്കിയിടുന്ന സാധനമാണ്. എന്നിട്ട് ഇതിൽ കുറച്ച് മണ്ണ് ഇതുവരെ നിറയ്ക്കും. അതിലൊരു ചെടി ഇത്. അപ്പോൾ ഇതിങ്ങനെ ലൈനിലായിട്ട് ചെറിയ 100-100 എണ്ണം വീതം സാധാരണ വെക്കാനാണ് ഇവിടുന്ന് കൊണ്ടുപോകാറ്.
അപ്പൊ അതുകൊണ്ട് ഇതിൽ ചെറിയ ഫ്ലവറാണ് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും. പലതരം ഇതിൽ 8 കളറുകളും ഉണ്ട്. വൈറ്റ് തൊട്ടിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ എന്ന് പറഞ്ഞിട്ട് 8 തരം കളറുകൾ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യും. ഇത് ഹാങ്ങിങ് ഫ്ലവർ പോട്ട്. ഇതിൽ മണ്ണ് നിറച്ചിട്ട് സാധാരണ ചെടികൾ വെക്കേണ്ട സാധനമാണ്. അത് നമുക്ക് എവിടെയെങ്കിലും കൊളത്തിയിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഹാങ്കർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊരു 3 കിലോ വരെ തൂക്കം വരെയുള്ള മണ്ണ് ഇട്ടാലും ഇതിന് ഉറപ്പ് നല്ല ഉണ്ടാവും. അതേമാതിരി ഒരു ക്വാളിറ്റി ഇത് രണ്ടാമത്തെ ഐറ്റംസ്, ഇത് രണ്ടും ഒന്നാണ്, ഇത് വേറെ ഐറ്റംസ്. അങ്ങനെ 3 തരം ഐറ്റംസ് അടിക്കുന്നുണ്ട് നമ്മൾ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൽ തന്നെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോ ഈ സെർവോ 200 എന്നുള്ളത് സ്വൽപ്പൊടി വലുത് എടുക്കാൻ വേണ്ടി അതിനുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് ഇട്ടേണത്. അപ്പൊ അത് തന്നെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളായിട്ട് കൊണ്ടുവരാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഏതായാലും മക്കളൊക്കെ ഇതായില്ല, അപ്പൊ നമുക്ക് അവരെ ഏൽപ്പിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ നമുക്ക് ഒരു 400 ഗ്രാം വരെ അടിക്കാൻ പറ്റുന്നുള്ളൂ. അത് നമുക്ക് മാക്സിമം 1 കിലോ വരെ അടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറെടുപ്പിലാണ്. അത് ഒരു കൊല്ലത്തിനുള്ള ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഓട്ടുപാറയിൽ നിന്ന് നേരെ വാഴാനി ഡാമിലേക്ക് പോകുന്ന വഴി, ഓട്ടുപാറയിൽ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. 110 കിലോവാട്ട്സിന്റെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ തൊട്ട അടുത്ത് 100 മീറ്റർ ഇപ്പുറത്താണ് ലെഫ്റ്റ് സൈഡിൽ ട്രാഫോർട്ട് പോളിമേഴ്സ്, അതേമാതിരി PK ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ 2 സ്ഥാപനങ്ങളുള്ളത്.